ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളെ ലൈഫ് ഗാർഡ് ചേട്ടന്മാരാണ് ഇവിടെ ഉള്ള. ഇവരെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വർഷമായിട്ട് 50 ആൾക്കാരല്ലേ, 50 പേരല്ലേ. ഹായ് ഗൈസ്, NH47 വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ നിൽക്കുന്ന കൊല്ലം ബീച്ചിലാണ്. നമ്മൾ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കിഡ്സിന്റെ ഒരു പാർക്കും കാണാനായിട്ട് സാധിക്കും. ആ സൈഡ് കൂടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട്. നമ്മൾ കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലം താന്നി വഴി നമ്മൾ കാപ്പിൽ എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് തീരദേശ വഴിയാണ്. തീരദേശ വഴി എന്താ ഈ ഒരു വഴിയായിരുന്നു നമുക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാനായിട്ട് നിർത്തിയതേ ഉള്ളൂ. പോകുന്ന വഴി കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബൈക്കിലാണ് പോകുന്നത്. വൈകുന്നേരമാണ്. വൈകുന്നേര സമയത്ത് കുറച്ച് തിരക്കാണ്. പെരുന്നാളിലേക്ക് അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിരക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോകുന്ന വഴി കുറച്ച് ഷോട്ടുകളായിട്ട് കാണിക്കാം. അപ്പം ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ തീരദേശ റോഡ് കയറാൻ പോവുകയാണ്. നേരെ തീരദേശ ഓക്കെ എന്നുള്ളത് ഒരു കുറച്ച് സമയം എടുക്കും. അപ്പം ഈ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ നേരെ തീരദേശ റോഡ് കയറാൻ പോവുകയാണ്. റോഡ് ഇതാ ഈ സൈഡിലായിട്ടാണ്. ബൈക്കിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു കുലുക്കം കാണും മിക്കവാറും. ഇതാണ് നമ്മൾ കൊല്ലംതോട് വരുന്നത്. ഈ റോഡെന്ന് പറയുന്നത് വൺ സൈഡ് കൊല്ലംതോടും വൺ സൈഡ് കടലുമാണ്. അപ്പം ഇത് തുടങ്ങിയിട്ടില്ല. ഇതിപ്പം കൊല്ലംതോട് മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് കടൽ വരുന്നത്. ആ കടലിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. എത്താനായിട്ട് നമ്മളെ ബീച്ച് സൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബീച്ച് സൈഡ് പക്ഷെ ഇവിടെ ഈ റോഡ് അത്യാവശ്യം ഇച്ചിരി മോശം റോഡാണ്. അത്യാവശ്യം നല്ല മോശം റോഡാണ്. ഇപ്പം പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ ഇനി എത്തിയില്ല. ഇതിൻ്റെ എന്താ പറയുക, പാച്ചുവർക്ക് കാര്യങ്ങളൊക്കെ പുതിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സൈഡിലാണ് നമ്മൾ ഇന്നാളൊരു കപ്പൽ കരക്കടിഞ്ഞ സൈഡാണിത്. ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട ഒരു ഏരിയ ആണിത്. ഒരു ഭാഗം ലൈഫ് ബോട്ടാണ് ഈ കിടക്കുന്നത്. മറ്റേ മറിഞ്ഞ കപ്പൽ, ഇന്നാളൊരു കപ്പലിവിടെ അടിയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലൈഫ് ബോട്ടാണ്. ഇതിലേക്ക് അവർ കൊണ്ടുപോയിട്ടില്ല. റോഡ് ഇച്ചിരി മോശമാണ്. നല്ല വീഡിയോ ചിലപ്പോൾ ജർക്കിങ് കാണും. ഞാൻ ഈ പറഞ്ഞതിനകത്തും ജർക്കിങ് കാണും. കാര്യം റോഡിൻ്റെ അവസ്ഥ ഉണ്ട്. അപ്പം കടലും രക്ഷയില്ല. അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ വ്യൂ ഞാൻ അങ്ങോട്ട് അപ്പോൾ നേരെ അവിടെ ചെന്നിട്ടാണ്. അടുത്ത പുതിയൊരു അപ്ഡേഷൻ കണ്ടത് നമ്മളെ പുലിമുട്ട്. ഈ ഒരു സാധനത്തിന് ത്രികോണം കണക്ക് ചെയ്യുന്നതായിട്ട് കണ്ടോ. ഇതിന് പുലിമുട്ടെന്നാണ് പറയുന്നത്. വേറെ ഇനി എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പുലിമുട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഇപ്പം ഇവിടെ അടുക്കിയേക്കുന്ന കണ്ടു. അതും ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് 1.5 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. അന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ അടുക്കിയേക്കുന്നു. അപ്പോൾ ഇതും നമുക്ക് ഈ തിര കയറാതിരിക്കാൻ വേണ്ടി ഇതോ അങ്ങ് അറ്റത്ത് ദൂരമായിട്ട് കാണുന്നുണ്ടോ, അവിടെ ചെയ്യുന്നൊരു സംഭവമാണിത്. കാര്യം തിര ഒരുപാട് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ മണ്ണൊലിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എടുത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇപ്പോൾ ഇനിയും അവിടെ ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത് വന്ന് കൊണ്ട് അടുക്കിയേക്കുന്നത്. ഇതിപ്പോൾ അവിടുന്ന് ഒരുപാട് ഏരിയയിലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നുണ്ടായിരിക്കും ഫ്യൂച്ചറിൽ അപ്ഡേറ്റ്സ്. ഇനിയിപ്പോൾ പിന്നെ വീതി കൂട്ടാനോ അങ്ങനെയൊക്കെയുള്ള എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഇന്ന് ട്രിവാൻഡ്രം വരെ പോകാൻ പറ്റുമെന്നാണ് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി നമുക്ക് നേരെ ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് ഉണ്ട് പാലം. അങ്ങനെ കയറിപ്പം ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി. ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല ട്രാഫിക്കിൻ്റെ അല്ല, വണ്ടി വഴിയാകാതെ നിൽക്കുക. ഇത് അത്യാവശ്യം ഇതും ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കൊല്ലംതോടിൻ്റെ ഒരു ഭാഗമാണ്. കൊല്ലംതോടാണ്. ഇത് നല്ല രീതിയിൽ ഫെൻസൊക്കെ അടിച്ച് ഫെൻസ് വണ്ടികളൊന്നും പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി ഫെൻസൊക്കെ അടിച്ച് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനകത്ത് മൊത്തം നമുക്ക് ഈ ഇലകളും ഈ മണ്ണിച്ചെടികൾ കയറി ഒരു ബോർഡർ അടിക്കാം. പെട്ടെന്ന് കണ്ടാൽ മതിലാണെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഈ റോഡ് ഇങ്ങോട്ട് പോകുന്ന റോഡൊന്നും കുഴപ്പമില്ല. അടിപൊളി റോഡാണ്. കാര്യം നല്ല ടാർ ചെയ്ത നല്ല അടിപൊളി റോഡാണ്. മറ്റേ റോഡ് ഇച്ചിരി മോശം. അതിൻ്റെ പണി ഇനി നടക്കുമെന്ന് തോന്നുന്നു. എന്തെന്ന് അറിയാൻ വയ്യ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ. ഇന്നിനി തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ആരും അറിയത്തില്ല. തിരക്ക് കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും താഴ്ന്നു വരെ തിരക്കാണ്. അതിനുശേഷം തിരക്ക് കാണുമെന്നില്ല ഉള്ള കാര്യമൊന്നും അറിയത്തില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ വന്ന് കയറിയിരിക്കുന്നത് പറഞ്ഞാൽ കൊല്ലം വഴി ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന വഴിയാണിത്. നമുക്കല്ലാതെ കൊട്ടയം വഴി വരുന്നവർക്കും ഇങ്ങനെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്ത് വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ അടുത്തൂടെ വന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ
അപ്പോൾ പിന്നെ വന്ന് കയറുമ്പോൾ തന്നെ ജംഗ്ഷനാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് പരവൂർ വർക്കല ആ റോഡ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ നോട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആർക്കും ചോദിക്കാവുന്നതാണ്. അപ്പം ബീച്ച് വഴി വന്നു കഴിഞ്ഞാൽ അവിടെ നേരെ തന്നെ, അല്ലാതെ നമ്മൾ കൊട്ടിയത്തു നിന്നൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച പ്ലസ് റോഡിൽ നിന്ന് വന്നിട്ട് ലെഫ്റ്റാണ് അടിക്കേണ്ടതുള്ളത്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം വണ്ടിക്കാരും കാറും ബൈക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. അപ്പം പെരുന്നാളിലേക്ക് അവധിയും കൂടെ ആയതുകൊണ്ട് ആൾ കൂടാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. നമ്മളെ സബിൻ സലീമിൻ്റെ കേരള മെക്കാനിക്കിൻ്റെ ഏരിയ തുടങ്ങി. ചിലപ്പോൾ ഇവിടെ കാണും പുള്ളി വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെയാണ് അദ്ദേഹം റിവ്യൂ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ്. ഒരു സൈഡിൽ കായലും മറു സൈഡിൽ പിന്നെ കടലും. അപ്പോൾ എത്തിയിട്ടില്ല, താന്നി എത്തിയിട്ടില്ല. ഇവിടെ മെയിൻ എൻട്രൻസ് ഇതാണ് നമ്മൾ താന്നിയുടെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ തൊട്ട് തുടങ്ങിയാണ്. നമ്മളെ റീലുകളിലും പല വീഡിയോസിനകത്തും ഒക്കെ ഉള്ള വഴി എന്ന് പറയുന്നത് ഇതാണ് താന്നി. ലെഫ്റ്റ് സൈഡിൽ കായൽ, റൈറ്റ് സൈഡിൽ കടൽ, നടുക്കൂടെ അടിപൊളി ഒരു റോഡ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല നല്ല ആൾക്കാരുള്ള നാടില്ലേ നമ്മളെ, അപ്പോൾ അത് കാരണം അവർ പിന്നെയും കൊണ്ടുവന്നിടും. ഗവൺമെൻറ് മാക്സിമം ഇത് ചെയ്യുന്നുണ്ട്, ഇടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അത്യാവശ്യം റഷുണ്ട് താന്നിയിൽ. കടലുണ്ട്, കാണുന്നത് കടൽ കാണാം, കായലുമാണ്, കായലും കാണാം. മുമ്പൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഈ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോഴാണ് പിന്നെ നമുക്കിവിടെ ഈ ഒരു ഫെൻസും കാര്യങ്ങളൊക്കെ വന്നത്. അതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മിക്കവാറും നല്ല തിരക്കായിരിക്കും. ഇന്ന് ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കായിരിക്കും. അല്ല, ഈ വീടൊക്കെ ഒരുപാട് വർഷങ്ങൾ തൊട്ട് ഉള്ള വീടാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരുപാട് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു. ഹൊറർ പ്ലേസാണ്. കായൽ അത്യാവശ്യം ഇപ്പം വെള്ളം കയറി കിടക്കാൻ തോന്നുന്നു. മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം കയറി കിടക്കാൻ തോന്നുന്നു. ആരും ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നതാണ്. വണ്ടികൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. മിക്കവാറും താന്നി തിരക്കായിരിക്കും. താന്നിയിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല. താന്നി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കണ്ടോണ്ട് പോയാൽ. അപ്പം നേരെ നമ്മൾ പോകുന്നത് കാപ്പിലാണ്. താന്നിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വന്ന് താന്നിക്ക് എന്താ വിചാരിക്കും, താന്നിന് എന്താ വിചാരിക്കും. അതുകൊണ്ട് പിന്നെ കാപ്പിലോട്ടൊന്ന് പറിച്ചു വിടാന്ന് കരുതി. കൊള്ളാമല്ലേ എഗ്നീസ്, നല്ല വണ്ടി. തിരക്കില്ല, താന്നിയിൽ വലിയ തിരക്കില്ല. ഞാൻ വിചാരിച്ച് തിരക്കായിരിക്കും. ഇതാണ് നമ്മളെ താന്നി ബീച്ചിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതെ, ഇതാണ് എൻ്റെ താന്നി ബീച്ചിൻ്റെ എൻട്രൻസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിഷിംഗ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോയി ഈ റോഡ്. അവിടെ ഇവിടെ ഫിഷിംഗ് സ്പോട്ടാണ്. എല്ലാവർക്കും വന്ന് മീൻ പിടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവും. മഴ കയറുമ്പോഴത്തേക്കും ഈ സാധനം പൊട്ടിപ്പോവും. പിന്നെ ഇവിടെ ഈ റോഡ് ഇതാണ് നേരത്തെ പറഞ്ഞ റോഡ്. ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്നുണ്ടോ? ഈ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് മഴ വരുമ്പോഴത്തേക്കും ഈ കോൺക്രീറ്റ് ഒലിച്ചു പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. റോഡ് രണ്ടാവും. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ റോഡുകളെല്ലാം ഈ ഇന്റർലോക്ക് ചെയ്തേക്കുന്ന എല്ലാം ഈ ഇടയ്ക്ക് ശരിയാക്കിയതാണ്. കാര്യം ഇതെല്ലാം കുണ്ടും കുഴി നിറഞ്ഞ റോഡുകളായിരുന്നു. ഇവിടെ നമുക്ക് ടാർ ചെയ്താൽ നിൽക്കത്തില്ല. കാര്യം മഴയും ഇതുമൊക്കെ ആകുമ്പോഴത്തേക്കും ടാറ് മൊത്തം ഊട്ട വീണ് ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവർ ഇത് മാറ്റിയിട്ട് ഇന്റർലോക്ക് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഇതുവഴി വരികയെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അതുകൊണ്ട് ഇത് ഇപ്പം വാങ്ങിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഉണ്ട്. നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച അതിൻ്റെ പേരിലായിരിക്കും കുറച്ച് ആൾക്കാർ കുറവാണ്. എന്നാലും സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട് മീൻ്റെ കാര്യങ്ങൾ, ഉണക്ക മീൻ കാര്യങ്ങൾ നല്ല ഉണക്കായിട്ടിട്ടുണ്ട്. അവരെടുത്ത് ചോദിച്ചാൽ അവർ തരുന്നതായിരിക്കും. പക്ഷേ ഇന്ന് അത്യാവശ്യം തിരക്കില്ല. സാധാരണ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരും ഒക്കെ മീൻ വിൽക്കാനായിട്ട് ഇരിക്കുന്നതാണ്. ഇന്ന് ആരെയും കാണുന്നില്ല. ഈ അവിടെയും ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫിഷിംഗ് ഒക്കെ നമുക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പുറത്തു പോയൊരു ഫീലാണ്. എവിടെയോ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഉള്ളൊരു വ്യൂ കണക്ക് ഇരിക്കുന്നു അല്ലേ. ഇപ്പോൾ ട്രെയിൻ ബ്ലോക്കായി
രണ്ടുപേരും ഒരേ കണക്ക് കയറി നേരെ കൊണ്ട് നിർത്തി അതിനകത്തോട്ടില്ലേ അങ്ങോട്ട് കേട്ടറാ. ചെറിയൊരു പണി. ഒരു പാലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ടുപേരും വന്നു. എന്തായും ഒറ്റ ആള് കാരണം വിചാരിച്ച ബ്ലോക്കായി. റോഡ് അടിപൊളിയായി. എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാമെങ്കിൽ. ചൂണ്ടകൾ കാണാൻ പറ്റും തോന്നല്ലേ. അവിടെയൊക്കെ ആഴമില്ല, അവിടെയൊക്കെ ആൾക്കാരിക്കുന്നുണ്ട്. ആൾക്കാര് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താന്നി പോലെ ഇരിക്കുമെങ്കിലും പക്ഷെ താന്നിയല്ല, നമ്മളെ പലവൂർ ഏരിയയായി ഏകദേശം. ഇവിടെയും സെയിം വ്യൂ ഒക്കെയാണ്. ഈ കായലും കണ്ടോ, ഒരു സൈഡിൽ കായലും മറുഭാഗം കടലും. ലുക്ക് പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താന്നി പോലെ തന്നെ ഇരിക്കും. നമ്മളെ പൊഴിക്കര അതാണ്. വെൽക്കം ടു ട്രിവാൻഡ്രം PW റോഡ് ഡിവിഷൻ, വർക്കല റോഡ് സെക്ഷൻ. ട്രിവാൻഡ്രം ബോർഡർ ആയിട്ടുണ്ട്, നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം ബോർഡർ. പിന്നെ അതെ, ഇവിടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നമുക്ക് ഇതുവഴി ഇതിനെ കൂടാണ് തിരിച്ച് താഴോട്ട് ഇറങ്ങി പോകേണ്ടുള്ളത്. ഇവിടുത്തെ ഒരു വ്യൂ ആണിത്. അപ്പം ഒരു സൈഡിൽ ബോട്ടിങ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി നടക്കുന്നു. ഇവിടെയും ചില്ല് ചെയ്യാനായിട്ട് ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പുറത്ത് കുറച്ച് ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി ആയിട്ടുള്ള വേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. നാട്ടിൽ നിന്നും ഈവൻ ഈ ഒരു 1-2 വർഷം മുമ്പ് അമീർ ഖാൻ്റെ ഏതൊരു പടത്തിൻ്റെ ഷൂട്ട് ഇവിടെ നടന്നു. പക്ഷേ ഏത് പടമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ. അത്രയും ബ്യൂട്ടിയാണ് സംഭവം കാണാൻ. എൻ്റെ ഡ്രോൺ ഇല്ല, അല്ലാതെ എൻ്റെ ഡ്രോൺ ഷോട്ട് സൂപ്പറാണ് കാണാനായിട്ട്. ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രോൺ ഷോട്ടും കൂടെ എടുക്കാറുണ്ട്. നമ്മൾ ആ ഒരു സെറ്റപ്പ് ഇല്ല. ഡ്രോൺ ഷോട്ടൊക്കെ പൊളിക്കും, അടിപൊളിയാണ്. വേണ്ട, ഇതാണ് നമ്മൾ കായലിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കയറി എന്നുള്ള വ്യൂ. വേണ്ട, ഇവിടുന്ന് ഫുള്ള് കായലാണ് കിടക്കുന്നത്. ഈ കായൽ നേരെ ഈ ബ്രിഡ്ജിൽ കൂടെ വന്നതോ അങ്ങേ അറ്റത്ത് പോയി നമ്മളെ കടലുമായിട്ട് ജോയിൻ്റ് ആവും. അതാണ് ഇതിൻ്റെ. അവിടെ ആൾക്കാർ ഒരുപാട് പേര് കുളിക്കുന്നതാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരവൂർ, വർക്കല ആ റൂട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതുവഴി നേരെ തീരദേശം വഴി ട്രിവാൻഡ്രം വരെ പോകാനുള്ള വഴി നമുക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ വെച്ച് തിരിക്കാം. നമുക്ക് നേരെ കണ്ട വഴിയിലോട്ട് തന്നെ പോവാം. കാര്യം നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ശിവഗിരിയിലൊക്കെ പോകുന്നുള്ള റോഡാണ്. നോക്കി പതുക്കെ വണ്ടി ഉണ്ടോ എല്ലാ കാര്യം നോക്കി പതുക്കെ വണ്ടി തിരിക്കാം. ജസ്റ്റ് വന്നതേ ഉള്ളൂ ഈ ഒരു വ്യൂ കാണിക്കാനായിട്ട്. പിന്നെ ആ ബ്രിഡ്ജിൻ്റെ എൻട്രിയിലൊക്കെ നിൽക്കുന്ന ആ ഒരു ആർച്ച് പോലെ നിൽക്കുന്ന മരങ്ങൾ നിൽക്കുന്നുണ്ടോ, ആർച്ച് കണക്ക്. അത് നല്ലൊരു നൈസ് വ്യൂ ആണ്. നേരെ പോയിട്ട് നമുക്ക് ബൈക്ക് ഇവിടെ വെക്കണ്ട, നമുക്ക് നേരെ അവിടെ പോയിട്ട് തിരിച്ച് കറങ്ങി വരാം. നേരത്തെ കാണിച്ച ഏരിയയിലാണ് പോകേണ്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ബൈക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കറങ്ങി വരാം. ബൈക്ക് അവിടെ വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ഈ റോഡിൽ കൂടെ തന്നെ ആയിരിക്കും തിരിച്ച് കയറി വരേണ്ടുള്ളത്. കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ വരുന്നു, ചിലർ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കരകൗശല വസ്തുക്കളൊക്കെ കാറിൻ്റെ മേളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റോഡ് അല്പം പ്രശ്നമാണ്. പ്രശ്നം റോഡില്ല. വണ്ടികളെല്ലാം രണ്ട് സൈഡിലൊക്കെ ഫുള്ളായിട്ട് പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുക. ബൈക്കായതുകൊണ്ട് അങ്ങ് ഓടി, അല്ലെന്നുണ്ടെങ്കിൽ കാർ അവിടെ ഇട്ടിട്ട് നടന്നു വരേണ്ട അവസ്ഥയാണ്.
ഈ നല്ല പാർക്കിങ്ങാ അതിൽ എങ്ങനത്തെ ബൈക്കായതുകൊണ്ട് മാത്രം ഓടി പോകുന്നത്. ഇല്ലാതെ കാർ അവിടെ ഇട്ടിട്ട് വരാനേ പറ്റത്തുള്ളൂ. എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നം. ഇനി ആരെങ്കിലുമൊക്കെ പോട്ടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം കാർ അവിടെ ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബൈക്കായിട്ട് നമ്മൾ ഓടി വന്നേ ഉള്ളൂ. പോട്ടെ ഫ്രണ്ടോട്ട്. പിന്നെ അതിലെ കൂടെ കയറി വന്നിട്ട് നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ കടല്. അപ്പം അങ്ങോട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കടലിൻ്റെ ഇവിടെ മേളല്ല, അതായത് നമ്മളുടെ പാറപ്പുറത്ത് കയറിയാൽ നമുക്ക് കടലിൻ്റെ മേലെ ഫോൺ കാണാൻ പോയാൽ തീർന്ന്. ഫോണ് താക്കോലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ രക്ഷയും കിട്ടില്ല. കാറ്റിൻ്റെ സൗണ്ട് കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ പച്ച കളറ് ഇത് കിടക്കുന്നൊക്കെ പായല് തിര കുറവല്ലേ, വെള്ളം ഇവിടം വരെ അടിച്ച് കിടക്കുന്നുള്ളേ. പക്ഷെ ഇപ്രാവശ്യം നോക്കിയിരിക്കണേ. വേണ്ട ആ കോർണർ വേണ്ട, അവിടെയാണ് ഇതൊന്ന് ജോയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഇവിടുന്ന് കായലും ഇത് കടലും ഇതായിട്ട് ജോയിൻ ചെയ്യുന്നൊരു ഏരിയയാണ്. ഇപ്പം അവിടെ വലിയ തിരയില്ല. ഇവിടെ ഒരു മരണപ്പെട്ടൊക്കെ ഉണ്ട്, കാര്യം തിര എടുത്തോണ്ട് പോയിട്ടെ. പക്ഷെ ഇപ്പം വലിയ തിര ഇല്ല. നമ്മൾ കൊല്ലത്തുനിന്നേ ആ ഒരു ഏരിയയിൽ കൂടെ എങ്ങനെയാണ് കയറി വരുന്നത്. ഇന്ന് തിരക്കും വളരെ കുറവാണ് കേട്ടോ, വലിയ തിരക്കില്ല. ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത്, നല്ല തിരക്കാണ്. ഇപ്പം കടലും അത്യാവശ്യം ശാന്തമായിട്ട് കിടക്കുക. ഫാമിലീസ് ഉണ്ട്, അങ്ങോട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അതിൽ അങ്ങോട്ട് നടന്നിട്ട് വന്നല്ലേ, അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ കടലിൻ്റെ ഇത് കണ്ട് ഇനി നമുക്ക് കുതിര തുറന്നുണ്ട്. നമുക്ക് ഇവിടെ കുതിരയുടെ കാര്യം എന്താണെന്ന് നോക്കിയാൽ കുതിര റൈഡി കാര്യങ്ങളൊക്കെ. എത്ര ബ്രോ? 1 മണിക്കൂർ അല്ല, സോറി, റൈഡ് അല്ലേ? 1 മണിക്കൂർ 100. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അവസാനം നമ്മുടെ കാപ്പിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേണ്ട ഇത് തന്നെയാണ് പ്രത്യേകത. അങ്ങോട്ടൊന്ന് കാണിച്ചേ. ഇത്രയും ഡേഞ്ചർ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ. പക്ഷേ ആൾക്കാർ നിൽക്കുന്നതൊക്കെ അവിടെ എങ്ങനെയാണെന്ന് ഇതിനകത്ത് ആരും ഇല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചാൽ ആരെങ്കിലും ഇറങ്ങും ഇതിനകത്ത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് നമ്മൾ ആ ജോയിൻ്റ് വരുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ കുഴപ്പമില്ല, മഴ സമയത്ത് പണിയാണ്. ആരും വരരുത്, ഇറങ്ങരുത്, ഡേഞ്ചറാണ്. ഒഴുക്ക് ഭയങ്കരമായിരിക്കും. പേരെങ്ങനെയായിരുന്നു ബ്രോ? മുഹമ്മദ്. എത്ര ആളാണ് ഇവിടെ? 4 മാസമായി. എങ്ങനെയുണ്ട് ടൂർ? ഇപ്പൊ സീസണാണോ? എങ്ങനെയല്ലേ? ഓഫ് സീസണാ. ഇവിടെ മുമ്പ് എന്തെങ്കിലും അപകടങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ എങ്ങനെ നമുക്ക് ഇങ്ങനെ ബോർഡർ എങ്ങനെ സമയമുണ്ടോ ഇവിടെ ഇറങ്ങുന്നതിന്? അതോ എങ്ങനെ? ഇവിടെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ സുഖമായിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. ഓക്കെ. ഇപ്പം ഓഫ് സീസണാണ്. ഇപ്പൊ അത് കാര്യങ്ങൾ വെള്ളത്തിൽ ഇറക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ പ്രശ്നമില്ല അല്ലേ? ഈ ഏരിയയിൽ പ്രശ്നമില്ല. അപ്പുറത്ത് ഇറങ്ങത്തില്ല. സീൽ ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. ഇവിടെ റിവറിലൊക്കെ ഇറങ്ങി കുളിക്കാൻ കുഴപ്പമില്ല. ഇവിടെ ഇറങ്ങി കുളിക്കാം. സീൽ ഇറങ്ങുന്നതിനാണ് നമുക്ക് ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാ ബീച്ചിലും മൊത്തം ക്ലോസ്ഡ് ആണ്. ഇവിടെ ഈ വരുന്നതിന് ഈ എപ്പം തൊട്ട് എപ്പം വരെ കാണും നിങ്ങൾ? എത്ര മണി തൊട്ട് എത്ര മണി? 7 to 7 വരെ. രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെ. ഇവിടെ അങ്ങനെ വലിയായിട്ട് അപകടം കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ? അപ്പുറത്താണ്, കടലിലാണ് അപകടം കൂടുതൽ. ഓക്കെ. എപ്പോൾ വന്നാലും നമുക്ക് ഇറങ്ങാം ഈ ഒരു സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ. വേലി ഇറക്കുന്ന സമയത്ത് ഇവിടെ ചില വേലി കയറ്റ സമയത്ത് ചിലപ്പോൾ ഇവിടെയും കുഴി ഉണ്ടാവും. ആ സമയങ്ങളിൽ കുറച്ച് പാടാണ്, പ്രശ്നമാണ്. ഓക്കെ. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇവരേക്കും വന്നില്ല, സേഫാണ്. കുട്ടികൾക്കൊക്കെ ഇറങ്ങാം, വേറെ പ്രശ്നങ്ങളൊന്നും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളെ ലൈഫ് ഗാർഡ് ചേട്ടന്മാരാണ് ഇവിടെ ഉള്ള. ഇവരെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വർഷമായിട്ട് 50 ആൾക്കാരല്ലേ, 50 പേരല്ലേ, 50 ഇവിടെ 2 വർഷത്തിനിടയ്ക്ക് 50ഓളം ജീവനുകളാണ് ഇവിടെ പോലീസ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇവരെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അപ്പോൾ ഈ ഒരു 4 മാസം മുമ്പാണ് ഇവരെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്തത്. അപ്പം
4 മാസത്തിന് ശേഷം അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും കെയർ ചെയ്യുക. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. പറയുന്നത് എടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാപ്പിൽ ബീച്ചിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. മാക്സിമം എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടാണ് തീർച്ചയായും നിങ്ങൾക്ക് കമന്റിൽ കൂടെ ചെയ്യാം. കമന്റ് ചെയ്ത് ഓർമ്മിക്കാവുന്നതാണ്, കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ കൊല്ലത്തുള്ളവരെ തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കുന്ന സ്ഥലമാണ്. കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആയിരിക്കും. നമുക്ക് കായലിൽ കുളിക്കാനും കുറച്ച് നേരം കടലിൽ കറ്റുകൊള്ളാനും ഒക്കെ പറ്റിയൊരു ഏരിയ ആണിത്. ഈവനിങ് ഒക്കെ വന്ന് ചില്ലാനുള്ള അടിപൊളി ഒരു ഏരിയയാണ്. അപ്പോൾ കൊല്ലത്ത് വിസിറ്റ് ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും ഈ ഒരു ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഒരു എനർജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചാനൽ കാണുന്നവരാണ്, വീഡിയോ കാണുന്നവരാണ്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് പിന്നീട് കാണാൻ വേണ്ടി അതുവരെ എല്ലാവർക്കും ബൈ. വേറെ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. ഇത് കൊള്ളാമല്ലേ പരിപാടി.